മാമലനാടിൻ്റെ പച്ചപ്പിനെയും ഹരിതാഭയെയും നിലനിർത്തുന്നതിന് വേണ്ടി ഹരിത രാഷ്ട്രീയം കേരളത്തിൽ ഗൗരവമായി വന്നതാണ്. കോൺഗ്രസിൻ്റെ വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾ, യുവ MLA-മാരും എന്നുള്ള നിലയിൽ വലിയ തോതിൽ കോൺഗ്രസ്സിലും ഒരു ഹരിത ചിന്ത വന്നു. ഇടതുപക്ഷം ഹരിത കേരളം നടപ്പിലാക്കി. അങ്ങനെ ഹരിതം എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമായി വന്നു. പക്ഷേ അതെല്ലാം പല കാര്യങ്ങളും പല വിഷയങ്ങളും പബ്ലിസിറ്റിക്കപ്പുറം മുന്നോട്ട് പോയിട്ടുണ്ടോ എന്നുള്ളതും കേരള സമൂഹം ഗൗരവമായി ചർച്ച ചെയ്യണം. ഇതിനിടയിലാണ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ട കുട്ടി അഹമ്മദ് കുട്ടി എന്ന് പറയുന്ന മുൻ മന്ത്രി. അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പമില്ല. അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് പോയി. അദ്ദേഹം വിടവാങ്ങുന്നതിന് മുമ്പ് തന്നെ ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ട കാലം മുതൽ ലീഗ് രാഷ്ട്രീയത്തിനകത്ത് വലിയ തോതിലാണ് ഹരിത ചിന്തകൾ കൊണ്ടുവരുന്നതിനും ഹരിത ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നതിനും ലീഗിലെ കുട്ടികളെ കൊണ്ടും പൊതുസമൂഹത്തെ കൊണ്ടും വലിയ തോതിൽ പരിസ്ഥിതി ചിന്ത കൊണ്ടുവരുന്നതിന് വല്ലാത്ത രീതിയിൽ കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ് പ്രവർത്തിച്ചിരുന്നു. ചന്ദ്രികയിൽ നിരവധി ലേഖനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ജലദിനത്തിനും പരിസ്ഥിതി ദിനത്തിനുമൊക്കെ ധാരാളം അദ്ദേഹം കാര്യങ്ങൾ ചെയ്തിരുന്നു. എന്നോട് അദ്ദേഹം പലപ്പോഴും ഫോണിൽ വിളിച്ച് അദ്ദേഹത്തിന് സമയം കിട്ടുമ്പോഴൊക്കെ കേരളത്തിലെ പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ എന്തൊക്കെയാണ് മിസ്റ്റർ സുഭാഷ് താങ്കളുടെ അഭിപ്രായമെന്ന് ചോദിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ വലിയ ബന്ധമാണ് ഒരു പരിസ്ഥിതി സംരക്ഷണ രംഗത്തുള്ള ഇടപെടലിൽ കുട്ടി അഹമ്മദ് കുട്ടി സാഹിബുമായി ഉണ്ടായിരുന്നു. അദ്ദേഹം നമ്മളോടൊപ്പമില്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ നല്ല സ്മരണികയൊക്കെ ഇറക്കി. ഞാനിപ്പോൾ ഇത് സാന്ദർഭികമായി പറയാൻ കാരണം, ഇർഷാദ് മുടക്കുളം എന്ന് പറയുന്ന ഒരു നേതാവ്, യൂത്ത് ലീഗിൻ്റെയൊക്കെ ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു പ്രവർത്തകൻ, അദ്ദേഹം ഏത് പൊസിഷനിലാണെന്ന് എനിക്കറിയില്ല, ഇർഷാദ് എന്നാണ് പേര്, മുടക്കുളം. അദ്ദേഹം എന്നെ ഇടയ്ക്ക് വിളിക്കുകയും കുട്ടി അഹമ്മദ് കുട്ടി സാഹിബിൻ്റെ സ്മരണികയിൽ ഒരു ലേഖനം കൊടുക്കണമെന്ന് പറഞ്ഞു. വളരെ പ്രമുഖരായ ആളുകളാണ്, കേരളത്തിലുള്ള ആളുകളാണ് ലേഖനം എഴുതിയത്. ഞാനും 10-100 പേര് എഴുതിയ ലേഖനത്തിൽ എൻ്റെ അനുഭവങ്ങൾ, കുട്ടി അഹമ്മദ് കുട്ടി സാഹിബുമായിട്ടുള്ള അനുഭവങ്ങൾ ഞാൻ പങ്കുവച്ചു. ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാനുള്ള കാരണം അതല്ല. അതിനുശേഷം ഈ ഇർഷാദ് മുടക്കുളം എനിക്ക് ചില മെസ്സേജുകളും ചില വിവരങ്ങൾ അയച്ചു തരാറുണ്ട്. അത് പൊളിറ്റിക്കലൊന്നും എനിക്ക് അയച്ചു തരാറില്ല, രാഷ്ട്രീയ കാര്യങ്ങളൊന്നും എന്നോട് പറയാറുമില്ല. പക്ഷേ ഈ അക്കാഡമിക് കാര്യങ്ങളിലാണ് പറയാറ്. ഞാനും അത് അപ്പോൾ അങ്ങനെ ഓൺലൈനിൽ എനിക്ക് വാട്സപ്പിൽ ചില മാഗസിനുകൾ അയച്ചു തന്നു. വളരെ മനോഹരമായ മഹാത്മാഗാന്ധിയുടെ ഒരു ചിത്രം വച്ചുകൊണ്ട് 2025 ഒക്ടോബറിലെ മാഗസിൻ്റെ ഓൺലൈൻ കോപ്പിയും എനിക്ക് അയച്ചു തന്നു. പ്രിൻറ്റിങ്ങിലും എഡിറ്റ് ലേഖനങ്ങളിലും അതിൻ്റെ എഴുത്തുകാരെ സെലക്ട് ചെയ്യുന്നതിലും വിഷയങ്ങൾ സെലക്ട് ചെയ്യുന്നതിലും ചുമ്മാ ചക്കാപ്പുക്ക രാഷ്ട്രീയവും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ അധമ കാര്യങ്ങളൊന്നുമല്ല, അല്ലെങ്കിൽ ആരുടെ രാഷ്ട്രീയമല്ല പറയുന്നത്. വളരെ കൃത്യമായി പരിസ്ഥിതിയെക്കുറിച്ച്, നിരാലംബരെക്കുറിച്ച് കൃത്യമായ എന്താ പറയുക, ഈടുറ്റ നല്ല ലേഖനങ്ങൾ വരുന്ന ഒരു പ്രസിദ്ധീകരണമായിട്ട് എനിക്ക് തോന്നി. അതിൻ്റെ പേര് തന്നെ പച്ച എന്നാണ്. അതിൻ്റെ ലോഗോ പ്രകാശനം ചെയ്തിരുന്നു കുഞ്ഞാലിക്കുട്ടി സാഹിബ്. അതുപോലെ തന്നെ അതിൻ്റെ ആദ്യ പതിപ്പ് ഇറക്കിയത് പണക്കാട് കുടുംബത്തിലുള്ളവരാണ്. അത് പബ്ലിഷ് ചെയ്യുന്നത് PK ടവർ NITC കോഴിക്കോട് എന്നാണ്. ഗ്രീൻ പീഡിയ എന്നാണ് അതിൻ്റെ പേര്. അവർ പബ്ലിഷ് ചെയ്യുന്നവരുടെ പേര്. ഹാരിഫ് PK ആണ് അതിൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ടുള്ളത്. അതുപോലെ ചീഫ് എഡിറ്ററായിട്ടുള്ളത് TPM ബഷീറാണ്. അസോസിയേറ്റ് എഡിറ്ററായിട്ടുള്ളത് ഹഫ്സൽ റഹ്മാൻ NK ആണ്. സബ് എഡിറ്റർ ഫൈസൽ മാലിക്കാണ്. അസിസ്റ്റൻ്റ് എഡിറ്ററായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഈ ഇർഷാദ് മുണ്ടക്കുളം. കാരണം അപ്പോൾ ഓക്കെ, അദ്ദേഹം അസിസ്റ്റൻ്റ് എഡിറ്ററാണ്. അപ്പോൾ അദ്ദേഹം അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇത് അയച്ചു തന്നത്. ഇർഷാദ് മുണ്ടക്കുളം, സിറാജ് ആലുവ, കോർഡിനേറ്ററുമായിട്ട് അബ്ദുൽ ജബ്ബാർ PP. പിന്നെ അതുപോലെ തന്നെ പിന്നെ വെബ് എഡിറ്ററായിട്ടുള്ള ആളുകളുണ്ട്. അതിൻ്റെ വെബ്സൈറ്റ് ഉണ്ട് അവർക്ക്. www.alifcreativo.com എന്ന് പറയുന്ന വെബ്സൈറ്റ് അവർക്ക് അതുമായി ബന്ധപ്പെടുത്തി കാണുന്നു. ഇമെയിൽ കാണുന്നു. www.pacha.co.in എന്ന് പറയുന്ന ഇതിനകത്ത് ഇത് കാണുന്നു. വെബ്സൈറ്റും കാണുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് വളരെ മനോഹരമായ ലേഖനങ്ങൾ, അത് ഈഡിറ്റ ലേഖനങ്ങൾ അതിനകത്ത് വരുന്നു. അത് സെപ്റ്റംബർ ലക്കത്തിലും അത് പുറത്തിറങ്ങി. PKK ബാബ സാഹിബാണ് സെപ്റ്റംബർ ലക്കം പുറത്തിറക്കിയത്. ലോഗോ ഇറക്കിയത് കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്, ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ പാണക്കാട് സയ്യിദ് മുന്നവർ അലി സിഖാബ് തങ്ങളാണ് ഇതിൻ്റെ പ്രകാശനം ആദ്യ ലക്കം പുറത്തിറക്കിയത്. നല്ല മനോഹരമായ പേരാണ്, പച്ച ഹരിതം എന്നുള്ള അർത്ഥത്തിലാണ്. അതിൻ്റെ നല്ല ഒരു മാഗസിനാണ്. ഞാൻ മാഗസിൻ വായിച്ചത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. എല്ലാ ലേഖനങ്ങളും ഓൺലൈനിലായതുകൊണ്ട് കൃത്യമായത് എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇതിൻ്റെ പ്രിൻറ്റും നിങ്ങൾ ഇറക്കി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ പുതിയ രാഷ്ട്രീയം കൊണ്ടുവരുന്നത്, അത് പരിസ്ഥിതിയെയും കാലാവസ്ഥാ മാറ്റത്തെയും
ഈ പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കുന്നതിനും ഉള്ള പുതിയ രാഷ്ട്രീയം കൂടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചർച്ച ചെയ്യുന്നതിനുള്ള ഒരു ശ്രമമായി ഇത്തരം മാഗസിനുകൾ മാറട്ടെ. ചെറിയ സംരംഭമായിരിക്കാം, ഓൺലൈനിലായിരിക്കും ഇപ്പോൾ വരുന്നത്. ഈ ചെറിയ തുള്ളികളാണ് വലിയ കടലാവുന്നത്. ചെറിയ മഴത്തുള്ളികൾ തന്നെയാണ് വലിയ കടലുകളെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര ചെറുതും ഇത് വളരെ മനോഹരമാണ്. സംരംഭം വളരെ മനോഹരമാണ്. അത് ചെറുതായതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്, ഉദാഹരണം പറഞ്ഞതാണ്. എന്തായാലും സ്പെഷ്യൽ പതിപ്പ് അബ്ദുൽ സമദാനി MP ആണ് ഇറക്കിയത്. അങ്ങനെ ഒരു ടീം ഓരോ പതിപ്പുകൾ ഇറക്കുന്ന രീതിയിലേക്കുള്ള മനോഹരമായ ഒരു ഓൺലൈൻ പ്രസിദ്ധീകരണം എനിക്ക് വായിക്കാൻ അവസരമുണ്ടായി. അത് കൃത്യമായി എല്ലാവർക്കും അയച്ചു കൊടുക്കണം എന്നുള്ളതാണ് എനിക്കതിൻ്റെ സംഘാടകരോട് പറയാനുള്ളത്. അതുപോലെ തന്നെ അത് ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ഓരോ വിഷയങ്ങളും, അത് മതേതരത്വത്തെ സംബന്ധിച്ചാകട്ടെ, പിന്നെ ഭീകരതയെ ചെറുത്തോൽപ്പിക്കുന്നതാവട്ടെ, തീവ്രവാദത്തെ എതിർക്കുന്നതാകട്ടെ, അതിനേക്കാളൊക്കെ ഉപരി പരിസ്ഥിതിക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള, കാലാവസ്ഥാ മാറ്റത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള നല്ല ലേഖനങ്ങൾ അതിനകത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് കൂടുതൽ അങ്ങോട്ട് പോകുമ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായി കേരള സമൂഹത്തെ ചിന്തിപ്പിക്കുന്നതിനും രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ പുതിയ ചിന്തകൾ കൊണ്ടുവരുന്നതിനുമുള്ള ഒരു മാഗസിനായി അത് മാറട്ടെ. തീർച്ചയായിട്ടും അതിൽ വരുന്ന ലേഖനങ്ങൾ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ വളരെ ഗൗരവതരമായ നല്ല ലേഖനങ്ങൾ അതിനകത്ത് ആവശ്യമുണ്ട്. അങ്ങനെ തിരഞ്ഞു പിടിച്ച എഴുത്തുകാരെ കൊണ്ട് വേണം എഴുതിപ്പിക്കുവാനും. കേരളത്തിൻ്റെ സമകാലിക കേരളത്തിന് സംഭവിച്ചു കൊടുക്കുന്ന മഴയിൽ വരുന്ന മാറ്റം വലിയ പ്രതിസന്ധിയാണ്. ഓരോ കാടുമായി ബന്ധപ്പെട്ട കാര്യം, വന്യജീവി സംരക്ഷണത്തിന് നിയമം വന്നു, അതിൻ്റെ ശരിതെറ്റുകൾ പറയണം. ചിലപ്പോൾ അതിനകത്ത് തെറ്റ് കാണും, ശരി കാണും. പക്ഷെ അത് പക്ഷമില്ലാതെ, യാതൊരു പക്ഷവുമില്ലാതെ പക്ഷാതീതമായി ശരി തെറ്റുകളെ വിലയിരുത്തുന്ന ലേഖനങ്ങളും അതിനകത്ത് വരണം. അത് വായിക്കുമ്പോൾ അത് ലീഗിൻ്റെ ഔദ്യോഗികമായ ഒരു സംവിധാനമാണോ, അല്ലെങ്കിൽ ലീഗിൻ്റെ ഒരു പത്രമല്ലേ, അല്ലെങ്കിൽ മാഗസിനല്ലേ, അതിനകത്ത് ഇങ്ങനെ വരാവോ എന്നൊന്നും ചോദിക്കുകയല്ല വേണ്ടത്. പല മാധ്യമങ്ങളും, പ്രത്യേകിച്ച് ചാനലുകൾ പോലും, ചില ചാനലുകൾ, ഞാൻ പേര് പറയുന്നില്ല, ചില ചാനലുകൾ പോലും വളരെ മോശമായ വാർത്തകളൊക്കെ കൊടുത്ത് പറ്റുമെങ്കിൽ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കി സമൂഹത്തിൽ അരാജകത്വമൊക്കെ ഉണ്ടാക്കി അതിലൂടെ കുറച്ച് റീച്ചൊക്കെ ഉണ്ടാക്കാൻ നടക്കുന്ന ചാനലുകൾ പോലുമുള്ള നാട്ടിലാണ് ഇത്തരത്തിലുള്ള മനോഹരമായ പുസ്തകങ്ങൾ വരുന്നത്. ഇത് ഞാൻ പറഞ്ഞ പോലെ പച്ച വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. www.pacha തന്നെയാണ് pacha.co.in എന്ന വെബ്സൈറ്റിൽ ഇത് കൃത്യമായി വായിക്കാൻ പറ്റും. അതുകൊണ്ട് കൃത്യമായി ലീഗുകാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് MESനൊക്കെ ഒരുപാട് സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്, അവിടെ എല്ലാം ഇത് കൊടുക്കണം. ആദ്യം അവർ വായിക്കട്ടെ. അതോടൊപ്പം മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇതിൻ്റെ മാർക്കറ്റിംഗ് സൈഡ് നിങ്ങൾ വച്ച് പരമാവധി ആളുകളിലേക്ക് ഈ വിഷയങ്ങൾ എത്തിക്കണം. അതൊരു മാഗസിൻ്റെ പബ്ലിസിറ്റി എന്നതിനല്ല, നിങ്ങളെടുക്കുന്ന ലേഖനങ്ങൾ, ഈടിറ്റ കാര്യങ്ങൾ സമൂഹം അറിയട്ടെ. മാത്രമല്ല എല്ലാ പാർട്ടികളും ഇത്തരത്തിലുള്ള മാഗസിനുകളും കാര്യങ്ങളും ഒക്കെ തുടങ്ങട്ടെ. അങ്ങനെ തുടങ്ങി കേരള സമൂഹത്തിന് പുതിയൊരു രാഷ്ട്രീയം, നമ്മൾ കേവലം ജാതി മത വർഗ വർണ്ണ മത തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞ് സമൂഹത്തെ തമ്മിൽ തെറ്റിച്ച് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിക്കുന്നതിനപ്പുറം അതിൽ നിന്ന് അധികാരം പിടിച്ച് എന്നും അസ്വസ്ഥത നിലനിർത്തി ചുറ്റും തീയിട്ടിട്ട് അതിൻ്റെ നടുക്ക് നിന്ന് ആനന്ദിക്കുന്ന സമൂഹമായി മാറാതെ നമുക്കെങ്ങനെ ഇത്തരത്തിലുള്ള പുതിയ ചിന്തകൾ കൊണ്ടുവരാം. എനിക്ക് കിട്ടിയ പല ലേഖനങ്ങൾ വായിച്ചു. അതിൽ വലിയ സന്തോഷം തോന്നിയതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുവാൻ ഞാൻ തീരുമാനിച്ചത്.